നമ്മൾ ജർമ്മനിയെ കുറിച്ച് പറഞ്ഞു. പക്ഷേ പേഴ്സണലി നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കോ ആണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് നോർമലി ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു വില്ലേജിൽ ഇന്ന് ചിന്തിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ജർമ്മനി എന്ന് പറഞ്ഞൊരു ഫാക്ടർ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാറിന് എക്സൈറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പൊതുവേ ഉള്ള ഒരു സംസാരമാകുമ്പോൾ പലരും കാണുന്നത്. എന്നാലും ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. അതായത് നമ്മുടെ അടുത്ത് ഒരിക്കൽ B1 ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അവൻ ഹൗസ് ബിൽഡിങ്ങിന് ജർമ്മനി പോയി. അപ്പൊ B1 കോഴ്സ് കഴിഞ്ഞിട്ട് B2ന്റെ ക്ലാസ് തുടങ്ങിയിട്ട് ഇവനെ ഒരാഴ്ചയായിട്ട് കാണുന്നില്ല ക്ലാസ്സിൽ. ആൺകുട്ടിയാണ്. അപ്പൊ ഇവൻ എന്താണ് വരാത്തതെന്ന് ഇങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു, സാർ എൻ്റെ മാരേജ് ഫിക്സ് ആയി, അതിന്റെ എന്താ പറയാ എൻഗേജ്മെന്റ് കഴിഞ്ഞു. 21-22 വയസ്സുള്ള കാര്യം. അഡ്വാൻസ്ഡ് 21 വയസ്സ് വേണമല്ലോ കല്യാണം കഴിക്കാൻ. അതായത് അവൻ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി ജയിച്ചില്ല, തോറ്റ ഒരാളായിരുന്നു. അപ്പൊ പെട്ടെന്നായിരുന്നു, അതുകൊണ്ടാണ് പറയാൻ പറ്റാഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ക്ലാസ്സിൽ വന്നു. അത് കഴിഞ്ഞ് അവന്റെ ജർമ്മനിയിലേക്കുള്ള പ്രോസസ്സിങ്ങിന്റെ സമയത്ത് അവന്റെ ഫാദറിലോ വന്നിരുന്നു. അപ്പൊ ഇവൻ ക്ലാസ്സിൽ വന്നപ്പോൾ തന്നെ നമ്മൾ കേട്ടിരുന്നു, ഇവൻ ഒരു ബിടെക് കഴിഞ്ഞ ഒരു പെൺകുട്ടീനെയാണ് ഇവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഇവൻ ഡിഗ്രി പാസ്സായിട്ടില്ല, +2 ക്വാളിഫിക്കേഷനുള്ള ഹൗസ് ബിൽഡിങ്ങിന് ജർമ്മൻ ലാംഗ്വേജ് B1 പാസ്സായി എന്നുള്ളതാണ് അവന്റെ അപ്പോഴത്തെ ക്വാളിഫിക്കേഷൻ ഉള്ളത്. അപ്പം എനിക്കൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ഈ ഫാദറിൽ വന്നപ്പോൾ അയാളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബിടെക് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിച്ച മോളെ അപ്പോൾ ഇവന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ നിങ്ങൾ തീരുമാനിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞ ഒറ്റ ഒരു കാര്യമുള്ളൂ, ഇവൻ എന്തായാലും ജർമ്മനി പോകുമെന്ന് എനിക്കറിയാം. ഇവൻ പോയി കഴിഞ്ഞാൽ അവന്റെ വൈഫല്ലേ എൻ്റെ മോള്, അപ്പൊ അവക്കും ജർമ്മനി പോകാൻ വേണ്ടി പറ്റും. പണ്ട് നേഴ്സുമാര് വിദേശത്തേക്ക് പോയിട്ട് അതായത് നമ്മൾ ആലോചിച്ച് നോക്ക്, ഈ നമ്മുടെ നാട്ടിൽ ഒരു നേഴ്സ് ജോലി ചെയ്യുമ്പം അവർക്ക് കിട്ടുന്ന അലയൻസ്, മാരേജ് അലയൻസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒന്നുകിൽ നേഴ്സ് അല്ലെങ്കിൽ അതിന് താഴെ പ്ലംബർ, ഇലക്ട്രീഷ്യൻ, ഡ്രൈവർ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ്. ഈ നേഴ്സ് ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ ഒരു നേഴ്സായി മാറിക്കഴിഞ്ഞാൽ അവരെ അലയൻസ് ചിലപ്പോൾ ഡോക്ടറായിരിക്കും മിനിമം. അതായത് ഈ ഡോക്ടർക്ക് ആ രാജ്യത്തേക്ക് പോകുന്ന നേഴ്സിനെ കല്യാണം കഴിക്കണം. അപ്പം ഒരു ഡെവലപ്ഡ് കൺട്രി പോണ ഒരാളുടെ ലൈഫിലുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പല അർത്ഥത്തിലും ഉണ്ട്. അതായത് ഹൗസ് ബിൽഡിങ്ങിന് ജർമ്മനി പോയി ഒരു വർഷം കഴിഞ്ഞ് ലീവിന് നാട്ടിൽ വരുമ്പം അവർക്ക് കിട്ടുന്ന ഒരു പ്രൗഡ് ഫീലിംഗ്, ഒരു സോഷ്യൽ എന്താ പറയുക, അയൽവക്കത്തെ വീട്ടിൽ ചെന്നാൽ എന്ത് ചെയ്യും, ചായ കിട്ടും, പലഹാരങ്ങൾ കിട്ടും, മോൻ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കും. ഇതുവരെ തേരാപ്പാറ നടന്ന പയ്യനായിരിക്കും. അവൻ പോയി കഴിഞ്ഞ് വന്നുണ്ടാവും. നാളെ അവന്റെ പഠനം കഴിഞ്ഞ് അവനൊരു മാരേജ് ആലോചിക്കുമ്പോൾ അവൻ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അവൾക്കാണെങ്കിലും അവൾക്കാണെങ്കിലും അവരാണെങ്കിലും ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കൂടുതലാണ്. ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി അവരുടെ ഭാവിയിലുള്ള തലമുറകൾ, അവരുടെ കുട്ടികൾക്ക് അതേമാതിരിയുള്ള സ്ഥലത്തൊക്കെ ജീവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ എൻ്റെ അനുജനും വൈഫും കുട്ടികളൊക്കെ വരുമ്പം അവരുടെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ല. അവർ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവർ പറയുന്ന കൊതുക്, പാറ്റ, പല്ലി, വേസ്റ്റ് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനാണ് അവർ ഫീൽ ചെയ്യുന്നത്. അവർക്ക് പെട്ടെന്ന് മടങ്ങി പോകണം. അപ്പം ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് പല വിധത്തിലാണ് ആളുകളുടെ ലൈഫിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഇതെല്ലാം അറിയാം. കുട്ടികൾക്ക് എങ്ങനെ അറിയുന്നു എന്ന് ചോദിച്ചാൽ അവർ സോഷ്യൽ മീഡിയയിൽ നോക്കി അവർക്കൊരു പക്ഷേ നമ്മുടെ നാട്ടിലെ അവരുടെ ജീവിതത്തിന് ചുറ്റുമുള്ള കാര്യത്തെക്കാളും കൂടുതൽ അവർക്ക് പരിചയമുള്ളത് ചിലപ്പം ഒരു ഡെവലപ്ഡ് കൺട്രിയിലെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അവിടേക്ക് പോകണം എന്നുള്ള ആഗ്രഹമായിരിക്കും അവരുടെ മനസ്സിൽ എപ്പോഴും വരുന്നത്. സാർ, നമ്മൾ ഇപ്പം സോഷ്യൽ മീഡിയനെ കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പം ഇത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഒരുമാതിരിപ്പെട്ട മജോറിറ്റി ഓഫ് ദ ആളുകൾക്ക് ഇതൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവർക്കൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജർമ്മനിയിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം പലതും സോഷ്യൽ മീഡിയയിൽ എക്സാജുറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവർക്ക് ഇനി നമ്മൾ കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു സ്റ്റുഡൻറ്റിന്, പേരൻറ്റിന് എക്സാക്ട്ലി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ അവർ ഏതൊക്കെ മോഡ് ഓഫ്, ഇപ്പോൾ യൂട്യൂബ് ആണോ ഇൻസ്റ്റാഗ്രാം ആണോ എവിടെ പോയാലാണ് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുക? ലൈക്ക് നമ്മൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അവർക്ക് വേണ്ടി? നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്ക് സോഷ്യൽ മീഡിയ പേജുകളുണ്ട്. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു പേരന്റ് പോയാൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്താണ് A to Z അതിനുള്ളിൽ പറയുന്നുണ്ട്. അവർക്ക് സ്വയം അത് കേട്ട് മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് പോകണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് എങ്ങനെ പഠിച്ച് പാസ്സാവാം, അല്ലെങ്കിൽ അത് പഠിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ തരണം ചെയ്യാം, അത് വളരെ വ്യക്തമായിട്ട് വളരെ വിശദമായിട്ട് അതിനുള്ളിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പം സ്റ്റുഡൻസിനാണെങ്കിലും പേരൻസിനാണെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത്
ഈ പ്രോഗ്രാമിനെ പറ്റിയോ ഏത് പ്രോഗ്രാമിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ യൂട്യൂബിൽ കൊടുക്കുന്നുണ്ട്. യൂട്യൂബിൻ്റെ ഷോർട്സിലാണെങ്കിൽ നമ്മൾ ജർമ്മനി പോയ കുട്ടികളുടെ സ്റ്റോറീസ് ഉണ്ട്, അവരുടെ ടെസ്റ്റിമോണിയൽസ് ഉണ്ട്, അവരുടെ ലാംഗ്വേജ് പാസ്സായതിനെ പറ്റിയുണ്ട്, അവർക്ക് വിസ കിട്ടിയതുണ്ട്, അവർ പോയ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വരികയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ നമുക്ക് കുട്ടികൾക്ക് ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് സ്റ്റോറീസ് നമ്മൾ അതിനുള്ളിൽ കൊടുക്കുന്നുണ്ട്. അതായത് അവരെ പോലെ തന്നെ അവരെ മുന്നേ പഠിച്ചിട്ടുള്ള കുട്ടികൾ എങ്ങനെ പഠിച്ചു, അവരെങ്ങനെ പാസ്സായി, ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ്, അവർക്ക് വിസ കിട്ടിയത്, ജർമ്മനി പോയത്, അവരെ രസകരമായ കഥകൾ, ഇങ്ങനത്തെ എല്ലാ സ്റ്റോറീസും അതിൽ നമുക്ക് കിട്ടാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേമാതിരി ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ ഈ സ്റ്റോറീസിന് തന്നെയായിട്ട് നമ്മളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് എഡ്യൂഫ്ലെയർ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അത് കുട്ടികളാണ് മെയിൻലി എനിക്ക് തോന്നുന്നു അത് ഹാൻഡിൽ ചെയ്യുന്നത്. അതിനകത്ത് പല വീഡിയോസും ഫാക്സ് ഓഫ് ജർമ്മനി എന്നുള്ള വീഡിയോസും നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ അവരെ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ജർമ്മനി പോയ സ്റ്റുഡൻസ് അവരുടെ എക്സ്പീരിയൻസ് അവർ പറയട്ടെ. നമ്മൾ പറയുന്നതിനേക്കാൾ അവർ പറയുമ്പോഴാണ് കുറച്ചുകൂടി ആളുകൾക്ക് റിലേറ്റഡ് ആവാനായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ഇനി ഫ്യൂച്ചറിൽ ചെയ്യാൻ പോണ കുറച്ച് കാര്യം കൂടി ഞാൻ പറയാം. അതായത് നമ്മൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. അതായത് ജർമ്മനോട് താല്പര്യം അല്ലെങ്കിൽ ജർമ്മനി പോകാൻ താല്പര്യമുള്ള ആളുകൾക്കെല്ലാം നമ്മൾ ഫ്രീ ആയിട്ടുള്ള അവർക്ക് കോണ്ടന്റ് ഇൻഫർമേഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അതിന് പോകാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പം ജർമ്മനിയെ സംബന്ധിച്ച് ഒരു മാസ്റ്റർ ക്ലാസ്, നമുക്ക് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്താണ് വേണമെങ്കിൽ നമുക്കൊരു വെബിനാർ മാസ്റ്റർ ക്ലാസ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകൾ, ഓരോ പ്രോഗ്രാമിനെ സംബന്ധിച്ച് അവർക്ക് നേരിട്ട് സംശയം ചോദിക്കുക, സെമിനാറുകൾ, അത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ചെയ്യാനുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഫ്രീക്വൻ്റ്ലി അവർക്ക് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ. അതായത് ഒരാൾ ഇത് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് റിയൽ ആയിട്ടുള്ള പിക്ചർ, റിയൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഫാക്ട്സും കൊടുക്കാനുള്ള ഒട്ടനവധി ചാനലുകളും കമ്മ്യൂണിറ്റിയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പം ഇത് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക്, അതായത് സാമ്പത്തിക ശേഷി കുറഞ്ഞ ആളുകൾക്ക് ഒരു വിദേശ രാജ്യത്ത് പോയി പഠിച്ച് അവരുടെ ജീവിതം സെറ്റിൽ ചെയ്യാനുള്ള പറ്റുന്ന പ്രോഗ്രാമാണ് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം. അപ്പം അതിനെപ്പറ്റി ഈ പേരൻസിൻ്റെ പണം എപ്പോഴും ഹാർഡ് ഏൺ മണിയാണ്, പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകളുടെ അവർ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. അപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ കൊണ്ട് വെറുതെ കളയുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്യാതെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഇതെന്താണെന്ന് കറക്റ്റായിട്ട് എനിക്കിത് സൂട്ടബിൾ ആണോ എന്ന് മനസ്സിലാക്കി ഈ പ്രോഗ്രാമിന് ചേരാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ വന്നാൽ ആൾക്ക് വളരെ വ്യക്തമായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഒരുപാട് സർവീസുകൾ നമ്മൾ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹൗസ് ബിൽഡിങ്ങിൽ 2 മൊഡ്യൂളായിട്ട് പഠിച്ചിട്ട് വരുന്ന കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക, അവർക്ക് നമ്മൾ ഫ്രീ എക്സാം പ്രിപ്പറേഷൻ കൊടുക്കുന്നുണ്ട്. ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അതായത് എത്ര നാൾ വേണമെങ്കിലും അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് എക്സാം പ്രിപ്പറേഷൻ, അത് നമ്മുടെ അടുത്ത് പഠിച്ച കുട്ടികളാവണമെന്നില്ല, അടുത്ത് പുറത്തുനിന്ന് പഠിച്ച കുട്ടികൾ നമ്മുടെ അടുത്ത് പ്രോസസ്സിങ്ങിന് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവരുടെ പ്രോസസ്സിങ് നടക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് ഫ്രീ ആയിട്ട് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സുകൾ നമ്മൾ തോന്നുന്നു. പുറത്തോരോ കൺസൾട്ടൻസീസും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ 25,000 30,000 ഒക്കെ ചാർജ് ചെയ്തിട്ടാണ് ആ പ്രോഗ്രാം അവർക്ക്. അത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം ഈ പാവപ്പെട്ട കുട്ടികളെല്ലാം ജർമ്മനി പോകണം, ഈ ലൈഫിലേക്ക് അവർക്ക് എത്താൻ വേണ്ടി പറ്റണം. 2, നമ്മൾ പ്രോസസ്സിങ്ങിന് വരുന്ന കുട്ടികൾക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്നത്, മോക്ക് ഇൻ്റർവ്യൂകൾ കൊടുക്കുന്നത്, എത്ര എംപ്ലോയർ ഇൻ്റർവ്യൂ എല്ലാം നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ചാർജ് ഇല്ലാതെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എങ്ങനെയെങ്കിലും ഇവരുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ്. ഇപ്പോൾ എഡ്യൂഫ്ലെയറിൽ പഠിക്കാൻ വേണ്ടി ചേരുകയാണ്, ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ചേരുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവർ നമ്മുടെ അടുത്തുനിന്ന് പഠിച്ച് ഞാൻ പാസ്സാവുന്നിടം വരെ പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് വൺസ് കോഴ്സ് കഴിഞ്ഞാൽ അവർക്ക് ഓൺലൈനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എക്സാം പ്രിപ്പറേഷനും പ്രാക്ടീസും നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതായത് അവർക്ക് ടച്ച് വിട്ടു പോകാതെ എത്ര പ്രാവശ്യം വേണമെങ്കിലും പരീക്ഷ എഴുതി പാസ്സാവുന്നിടം വരെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഏതെങ്കിലും വിധത്തിൽ എഡ്യൂഫ്ലെയറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥിയാണെങ്കിലും അവരുടെ ലൈഫിൽ ഈ ആഗ്രഹം അച്ചീവ് ചെയ്യുന്നിടം വരെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതായത് അവർക്ക് ഫ്രീ ആയിട്ട് നമ്മളെല്ലാം കൊടുക്കാനായിട്ട് നമ്മൾ റെഡിയാവും. സാർ, എനിക്ക് അതുകൊണ്ടാണ് തോന്നുന്നു, ഇപ്പോൾ നമ്മളിപ്പോൾ ജനുവരി മാസമാണ്, എനിക്ക് തോന്നുന്നു ഏപ്രിൽ മാസത്തേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ ഇപ്പോഴേ വന്നു തുടങ്ങി. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ക്ലാസ് കയറുന്നൊക്കെ മാർച്ച് അവസാനമല്ലേ. എനിക്ക് തോന്നുന്നു ഒത്തിരിയധികം ഒരു 100-100ഓളം കുട്ടികൾ ഇപ്പോൾ തന്നെ അഡ്മിഷൻസ് ഏപ്രിൽ. എനിക്ക് ഇപ്പം നമുക്ക് ഏപ്രിലേക്ക് നമുക്ക് 6 ബാച്ചാണ് പ്ലാൻ ചെയ്തിട്ടില്ല. 6 ബാച്ച് എന്ന് പറഞ്ഞാൽ 25 കുട്ടികളെ വെച്ച് 150 കുട്ടികളെ പഠിപ്പിക്കാനുള്ള. അതുപോലെ 8 ബാച്ച് വേണ്ടി വരും എന്നാണ് ഇപ്പം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട്. അതായത് എൻ്റെ കയ്യിൽ ഇപ്പം തന്നെ 83 കുട്ടികൾ രജിസ്റ്റർ ചെയ്തു. 83 എന്ന് പറയുമ്പോൾ നമുക്ക് 3 ബാച്ച് മുകളിൽ രജിസ്റ്റർ ചെയ്തു. എൻ്റെ കൺസേൺ ഈ ഏപ്രിൽ ആകുമ്പോൾ ഇവരൊക്കെ എവിടെ ഇരുത്തി പഠിപ്പിക്കുന്നതാണ്. നമുക്ക് അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കേണ്ടി വരണമെന്ന് നമ്മളിപ്പോൾ എക്സിസ്റ്റിംഗ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നമുക്ക് പ്ലേസ് ഇല്ല, പുതിയ സ്ഥലം എടുക്കേണ്ടി വരും. അതായത് 600 കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട് ഞങ്ങളുടെ ക്വാളിറ്റി ആയിട്ട്.
തീർച്ചയായിട്ടും ഞങ്ങൾ അപ്പോൾ അത്രയും ആളുകൾ ഇതിന് ഞങ്ങൾ എഡ്യൂഫ്ലൈനെ ട്രസ്റ്റ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം. നമ്മളിതിപ്പം ജനുവരി പോലും ഫെബ്രുവരി പോലും ആയിട്ടില്ല, ലൈക്ക് കുട്ടികളുടെ എക്സാം പോലും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത്രയും 83 കുട്ടികൾ നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് ഈ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ 5,000+ GST കൊടുത്തിട്ട് അവർ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അവരുടെ സീറ്റ്സ്. അതിനൊറ്റ കാര്യമുള്ളൂ, മറ്റുള്ളവരൊക്കെ പറയുകയാണ്, നമ്മൾ ചെയ്യുകയാണ്. ആ വ്യത്യാസമാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. EduFlair, education driven by passion.